ഏവർക്കും മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മട്ടന്നൂർ നഗരസഭ 6ാമത് ഭരണസമിതിയുടെ ബജറ്റ് ജനകീയമെന്ന് ഭരണപക്ഷം, എന്നാൽ തികച്ചും നിരാശയെന്ന് പ്രതിപക്ഷം. ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ബജറ്റാണ് കഴിഞ്ഞ എല്ലാ ബജറ്റിലും ഉണ്ടായിരിക്കുന്നതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. 29 വർഷം മുമ്പ് 4 റോഡാണ് മട്ടന്നൂർ നഗരസഭയിൽ പ്രധാനമായും ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് 300-ലേറെ റോഡായി മാറിയിട്ടുണ്ടെന്നും മുൻ നഗരസഭാ ചെയർമാൻ KT ചന്ദ്രൻ അഭിമുഖത്തിൽ പറഞ്ഞതായും കൗൺസിലർ ശ്രീജേഷ് കായലൂർ പറഞ്ഞു. ഭരണസമിതിയുടെ ആദ്യകാലം മുതൽ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യമാണ് ചെക്യോട്ട് വയലിന്റേതെന്ന് UDF കൗൺസിലർ P രാഘവൻ പറഞ്ഞു. ബസ് സ്റ്റാൻഡ് BOT അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതു സംബന്ധിച്ച് ഒരു പരാമർശവും ഇല്ല. ടൗണിനോട് ചേർന്ന് ഒരു ബൈപ്പാസ് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷത്തെ തുകയിൽ നിന്ന് അല്പം തുക വർദ്ധിപ്പിച്ച് അവതരിപ്പിച്ച ബജറ്റാണ് ഇത്തവണത്തേതെന്ന് UDF കൗൺസിലർ PP ജലീൽ അഭിപ്രായപ്പെട്ടു. അതിദരിദ്രരില്ലാത്ത മട്ടന്നൂരിൽ അതിദാരിദ്ര്യമില്ലാതാക്കാൻ 10 ലക്ഷം രൂപ നീക്കിവെച്ചതായി കാണുന്നു. ഇത് എന്തിനെന്ന് പറയണമെന്ന് BJP പ്രതിനിധി A മധുസൂദനൻ പറഞ്ഞു. കൂടാതെ നിരവധി ദരിദ്രർ ഇപ്പോഴും ഉണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എല്ലാ വേദികളിലും അതിദാരിദ്ര്യമില്ലെന്ന് പറയുന്ന ചെയർമാൻ വീണ്ടും ഇതിനായി 10 ലക്ഷം നീക്കിവെച്ചിട്ടുണ്ട്. വിമാനത്താവള നഗരത്തിലെത്തുന്നവർ വിമാനത്താവളം കാണണമെങ്കിൽ ടോർച്ചടിച്ച് പോകണമെന്നും UDF കൗൺസിലർ VN മുഹമ്മദ് പറഞ്ഞു. ടൗണിനോട് ചേർന്ന ഒരു ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ല എന്നതാണ് കൗൺസിലറുടെ വാദം. ഗവൺമെന്റ് ആശുപത്രിയിൽ രാത്രികാല ഡോക്ടർ ഇല്ലാത്തത് മട്ടന്നൂർ നഗരസഭയ്ക്ക് നാണക്കേടാണ്. ഒരു വർഷത്തിൽ 63 ക്ലബ്ബുകൾക്ക് എല്ലാ ഞായറാഴ്ചയും പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്ന് പറയുന്നു. വർഷത്തിൽ 58 ആഴ്ചയേ ഉള്ളൂവെന്ന് ചെയർമാൻ ഓർത്തു കാണില്ല. ചെക്യോട്ട് വയൽ പ്രദേശത്തെ പ്രശ്നത്തിന് കാരണം ഹോട്ടലുകളാണ്. അത് അടച്ചുപൂട്ടണമെന്നാണ് നഗരസഭ പറയുന്നത്. എന്നാൽ ജനങ്ങൾക്ക് എതിരാണെങ്കിൽ ഹോട്ടലുകൾ പൂട്ടണമെന്നും VN മുഹമ്മദ് പറഞ്ഞു. വാർഡുകളിലെ റോഡുകളാണ് K അഭിനേഷ്, M അഷറഫ് എന്നിവരുടെ പ്രശ്നമെങ്കിൽ വികസനത്തിന്റെ വെള്ളി വെളിച്ചമാണ് മട്ടന്നൂർ നഗരസഭയിലെങ്ങും ഉണ്ടായതെന്ന് CPM പ്രതിനിധികളായ സിജിൽ പരിയാരം, K അഭിമന്യു എന്നിവർ ചൂണ്ടിക്കാട്ടുന്നു. സത്യം പറഞ്ഞ ടോപ്പ് എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.